അറിയാലോ, ഈ പൂര നാളിൽ ഒരുപാട് അതിഥികൾ വടക്കുന്നാഥൻ്റെ മണ്ണിൽ എത്താറുണ്ട്. മാത്രമല്ല, തൃശ്ശൂരുകാരായിട്ടുള്ള കലാകാരന്മാർക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു വേദി കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. മാത്രമല്ല, നമ്മളെപ്പോലുള്ള ചാനലുകാർ അന്വേഷിക്കുന്നതും ഇവരെയാണ്. മറ്റൊരു തൃശ്ശൂരിൻ്റെ പുത്രൻ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്, ശ്രീ സുനിൽ സുഗത. യെസ് ചേട്ടാ. അല്ലേട്ടാ, വേറെ കാര്യം വെച്ചാൽ ഈ പൂരത്തിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന ആരും, കലാകാരന്മാരാകട്ടെ സാധാരണക്കാരാകട്ടെ എത്ര വലിയ താരങ്ങളാകട്ടെ, പൂരത്തിൻ്റെ ദിവസം അവരെല്ലാം പൂരപ്രേമികളാണ്. അവിടെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ വടക്കുന്നാഥ മൈതാനത്തിലേക്ക് എത്താതിരിക്കില്ല ഈ പൂരനാളുകളിൽ. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇവരെ ഇങ്ങനെ ഒരു ബാധ്യത അല്ല, അത്തരത്തിലൊരു ഒന്നുമില്ലാതെ നമുക്ക് കിട്ടുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെ സാധാരണക്കാരായിട്ട്. അല്ലെങ്കിലും ഞാനിവിടെ തന്നെ ഉണ്ടാവുന്ന ഒരാളാണ്, എപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ പൂരം നമുക്കൊരു വികാരമാണ്. കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്നൊരു പ്രകാശം നമ്മളിങ്ങനെ വരും പൂരത്തിനടുത്താകുമ്പോൾ. പിന്നെ അത്തരമൊരു ഫീലിംഗ് ആണ് തൃശ്ശൂർ. കാരണം പണ്ട് പൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. തൃശ്ശൂരിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അന്നും കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. പിന്നെ അത് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ ഉത്സവമായി പൂരം. അത്രമാത്രം വലുതായിപ്പോയി പൂരം. കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പൂരം അനുഭവങ്ങൾ? കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ വെക്കേഷൻ്റെ കാലത്താണ് പൂരം വരെ, വെക്കേഷനിലാണല്ലോ പൂരം. അപ്പോൾ രണ്ടാമതും നമ്മുടെ കൂട്ടുകാരായിട്ട് കൂട്ടിമുട്ടാനുള്ളൊരു സ്ഥലമാണ് പൂരം. പൂരത്തിലെ വരുമ്പോൾ വെക്കേഷൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പൂരം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പിന്നെ ഈ പൂരത്തിൻ്റെ ഈ ആനയുടെ പ്രദർശനമുണ്ട്, ചമയ പ്രദർശനമൊക്കെ നടക്കുന്നത്. ഞാൻ പഠിച്ചിരുന്നത് CMS സ്കൂളിലാണ്, ടൗണിൽ തന്നെ. ആ കാലത്ത് അവിടെയായിരുന്നു ഈ പ്രദർശനമൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ. അവിടെ നമ്മളിപ്പോൾ ഓടി കളിക്കുന്ന സ്ഥലത്തൊക്കെ ആനേനെ കൊണ്ടുവന്ന് കെട്ടുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെ അത്തരം ഒരു തരത്തിലാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മുടെ അനിയന്മാർ ഇവരൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരെ പൂരം കാണിക്കാനും ഉയർത്തി കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പറ്റില്ല, അത്രമാത്രം ക്രൗഡഡ് ആയിരിക്കുന്നു. സുനിലേട്ടൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ സിനിമയിൽ ഒരു ഡിഫറെൻറ്റ് ആംഗിൾ കൊണ്ടുവന്ന് ശുനിൽ സുഗത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുത്ത് താങ്കളുടെ ചില ലുക്കും, പിന്നെ അത് മാത്രമല്ല ഈ തൃശ്ശൂർ സ്ലാങ്ങിലുള്ള സംസാരവും അല്ലേ, ഒരു ഡിഫറൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മലയാള ചലച്ചിത്ര മേഖലയിൽ താങ്കളുടേതായിട്ടുള്ള ഒരു സ്ഥാനം താങ്കൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അടയാളപ്പെടുത്താൻ സാധിച്ചു. അതെ, അതൊരു ഭാഗ്യം എന്ന് പറയാം. നമുക്ക് നമ്മളൊറ്റയ്ക്കൊരു ആംഗിൾ കൊണ്ടുവരാനൊന്നും പറ്റില്ല. നമ്മൾ സിനിമ എന്ന് പറഞ്ഞൊരു കൂട്ടായ ഒരു സംരംഭമാണല്ലോ. ആത്യന്തികമായിട്ട് സംവിധായകൻ തന്നെ പറയണം. അപ്പോൾ നമ്മൾ എന്ത് ആംഗിൾ കൊണ്ടുവന്നാലും സംവിധായകൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആംഗിളോടെ വയ്ക്കാനേ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കുറിച്ച് നല്ല പ്രഗത്ഭരായ കുറേ ആളുകളിലൊപ്പം കുറച്ച് അടയാളപ്പെടുന്ന തരത്തിലെ ചില സിനിമകളിൽ വേഷം കിട്ടി, ചില വേഷങ്ങൾ കിട്ടി. അപ്പോൾ എനിക്കെല്ലാം സഹായമായത് എൻ്റെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് രംഗചേതന എന്ന് പറഞ്ഞ തൃശ്ശൂരിലൊരു അമേച്ചർ നാടക ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സ്റ്റേജിൽ നിന്നുള്ളൊരു അനുഭവം എനിക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സിനിമയിലെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് അതിനെപ്പറ്റി ഇത് വളരെ ക്ലീഷേ ക്വസ്റ്റ്യൻ. നമ്മളതിനെപ്പറ്റി അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള നടത്തുന്നതും കൂടി ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് മറക്കുന്നിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. പക്ഷേ അതപ്പോൾ ശ്രദ്ധിക്കാറല്ലോ. അപ്പം ഇതുവരെ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നിട്ട് നമ്മളതിനെ പറ്റി കാരണം ഞാനിപ്പോൾ സിനിമയിലൊക്കെ വന്നൊരു 10 വർഷം അങ്ങനെ ആയിട്ടുള്ള ഒരു നടനെ സംബന്ധിച്ച് അത് അത്ര വലിയൊരു കാലഘട്ടമല്ല. നമ്മൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ തിരിച്ച് ഇതൊക്കെ ആലോചിക്കാം. ഇപ്പോൾ നമ്മളെപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. എന്നാലും ആളുകളുടെ റെസ്പോൺസൊക്കെ നോക്കുമ്പോൾ ചില കഥാപാത്രങ്ങളൊക്കെ അവർ പറയാറുണ്ട്. ഇപ്പോൾ ആമേ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടിയ ചപ്പാക്കുരിശ് എന്ന്, ഇപ്പോൾ ഇമാനുവൽ എന്ന് പറഞ്ഞ സിനിമയിലത്തെ അവർ പറയാറുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ വരാറുണ്ട്. ഞാനിപ്പോൾ തമിഴ് സിനിമയിൽ ഒരു പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. അത് ഞാനിപ്പോൾ 2-3 തമിഴ് സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പോർത്തൊഴിൽ എന്നുള്ള സിനിമയിൽ ഒരു വില്ലനായിട്ട് ശരത് കുമാറിൻ്റെ ഒപ്പം അഭിനയിച്ചിരുന്നു. അത് വളരെ അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ആ തരത്തിലൊക്കെ പോകുന്നു, നാടകങ്ങൾ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നാടകങ്ങൾ ഞാനും മറ്റേ മറിമായം ശ്രീകുമാറും കൂടിയിട്ട് ജയപ്രകാശ് കുളൂര് സംവിധാനം ചെയ്ത ടാർസൻ എന്ന് പറഞ്ഞ നാടകം കളിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ അതിൻ്റെ ഒരു അരങ്ങേറ്റുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ സിനിമയിൽ നിന്ന് വീണ്ടും തിയേറ്റർ ഇതിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ഷിഫ്റ്റിംഗ് ഇല്ല. ഞാൻ എപ്പോഴും തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തിയേറ്ററിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഒന്നും കണ്ടു വിട്ടാവും രംഗചേതന ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും നാടകം കഴിക്കുന്നുണ്ട്. ഒരു 3 വർഷമല്ല 500 ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച പോലും വിടാതെ നാടകം കളിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ആ സമയമുള്ളപ്പോഴൊക്കെ അവിടെ ഞാൻ പോകാറുണ്ട്. അതാണ് നമുക്ക്, കാരണം മനുഷ്യനോട് നേരിട്ട് സംവദിക്കുന്ന അത്തരം കിട്ടുന്നൊരു, അപ്പോൾ അത്തരം അവസരങ്ങൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്.
മിഥുന് മൈക്ക് കൈമാറും. സുനിലേട്ടാ, ഈ നമുക്ക് പൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ എല്ലാവർക്കും അറിയുന്ന ചടങ്ങുകളുണ്ട്, പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പക്ഷേ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം ഈ പൂരപ്പറമ്പ് എന്ന് പറയുന്നത് വളരെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ഈ സ്ക്രീനുകൾക്ക് കാണാത്ത ഒരു പൂരപ്പറമ്പിൻ്റെ വിശേഷങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ചില ചീട്ടുകളി സംഘങ്ങളുണ്ട്, സൗഹൃദ സംഘങ്ങളുണ്ട്. പക്ഷേ തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത്തരം ഓർമ്മകൾ കൂടി ഉണ്ടാകുമായിരിക്കില്ലേ? ഈ അത്തരം സൗഹൃദങ്ങളുടെയൊക്കെ ഭാഗമാകാറുണ്ടോ? എങ്ങനെയാണ്? അല്ല, ചീട്ടുകളിയുടെ ഒന്നും ചീട്ടുകളിക്കാരനാക്കരുത്, അങ്ങനെയല്ല, ഇവിടുത്തെ ഒരു സൗഹൃദ കൂട്ടായ്മ. ഞാനൊരു ചീട്ടുകളി നമ്മുടെ ഏറ്റവും മാന്യമായിട്ട് ചീട്ടുകളി അമ്പലത്തിന് ചുറ്റും നിന്ന് വളരെ തുറന്ന് ചീട്ട് കളിക്കുന്ന ഒരു എന്താ പറയുക, അത്തരം അങ്ങനെ ഓപ്പൺനെസ് ഉള്ളൊരു സ്ഥലമാണ് തൃശ്ശൂർ. അത് ഭയങ്കര സ്പിരിറ്റോട് ചീട്ടുകളിക്കാട്ടും രസം. അതിൻ്റെ ചുറ്റും വന്ന് ഇന്ന് കാണുന്ന ആളുകളുടെ കമൻറ്റും ആ കാര്യങ്ങളുമാണ്. 10 ആൾക്കാർ അല്ല 8 ആൾക്കാർ കളിക്കണമെങ്കിൽ 20 ആൾക്കാർ 25 ആൾക്കാർ അതിൻ്റെ ചുറ്റും ആസ്വദിച്ച് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തമായൊരു സ്ഥലം തന്നെയാണ്. ഞാനിപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് പറയാച്ചാൽ എനിക്ക് ഒരുപാട് അതൊക്കെ നിന്ന് പോയിട്ട് ഒരുപാട് കാഴ്ചകൾ വന്നത്. ഒരു എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ചില 2 എന്താ പറയുക, ഒരു പെൺകുട്ടിയുടെ തല, ഉടല് പാമ്പിൻ്റെ, ഇങ്ങനത്തെ കാഴ്ചകളുണ്ടല്ലോ. ഒരു തരം ഓരോ നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കാണുന്ന ഓരോ കാഴ്ചകളുണ്ട്.